ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിൻ്റെ ചാപ്റ്റേഴ്സ് 13ഉം 14ഉമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പറ്റാവുന്ന അത്രയും ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ടൈം ഒട്ടും കളയാതെ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ സുജിക്കാസെ കൊഹൈ ടക്കേസോയുടെ നേർക്ക് വാളും ചൂണ്ടിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ടക്കേസോ കൊഹയുടെ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അവൻ ഉടനെ ആ കൈ തട്ടി മാറ്റിയിട്ട് ടക്കേസോയുടെ മുഖത്തിട്ട് ഇടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീയാണല്ലേ അവൻ, എൻ്റെ ചേട്ടനെ കൊന്നവൻ, ടക്കേസോ. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ആ മരത്തിന്റെ മുകളിൽ നിന്ന് ടക്കേസോയുടെ നേർക്ക് ചാടുന്നതിന് മുമ്പേ കൊഹൈ അങ്ങോട്ടേക്ക് എറിഞ്ഞ ഒരു 4 കൂർത്ത മരക്കുറ്റികളുണ്ടല്ലോ, അതിലൊരെണ്ണം വലിച്ചൂരിയിട്ട് ടക്കേസോ അവന്റെ പുറത്ത് കയറിയിരിക്കുന്ന ആ കൊഹയുടെ തൊടയിലേക്ക് കുത്തി അങ്ങ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കൊഹൈ വളരെ പെട്ടെന്ന് ടക്കേസോയുടെ മുകളിൽ നിന്ന് ചാടി പുറകിലേക്ക് മാറിയിട്ട് ഒരു ഷുറിക്കൻ എടുത്തിട്ട് ടക്കേസോയുടെ നേർക്ക് എറിയുന്നുണ്ട്. ടക്കേസോയുടെ കയ്യിലാണ് അത് കൊണ്ടത്. ഇപ്പൊ ടക്കേസോയും കൊഹയും കൂടി ഇങ്ങനെ നേർക്ക് നേർ നിൽക്കുകയാണ്. നീ പേടിക്കണ്ട, ആ ഷുറിക്കനിൽ ഞാൻ വിഷമൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ നീ നിന്റെ ചേട്ടനെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതാണല്ലേ, വാടാ. ഇപ്പൊ നോക്കിയാൽ കൊഹയാണെങ്കിൽ വളരെ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ടക്കേസോയുടെ കയ്യിലാണെങ്കിൽ അവനെ വാളുകൊണ്ട് മുറിവേൽപ്പിച്ചു. പക്ഷേ ടക്കേസോ അവന്റെ നേർക്ക് ആ കമ്പ് വീശിയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. നീ തോൽവി സമ്മതിച്ചേക്ക് ടക്കേസോ. നിന്നെ പോലെ ഒരുത്തൻ മരിച്ചാൽ അതോർത്ത് വിഷമിക്കാൻ പോലും ആരും ഉണ്ടാവില്ല എന്ന് കൊഹൈ ടക്കേസോയോട് പറയുന്നു. നീ കൊന്നു കളഞ്ഞ ആൾക്കാരെ പോലെ തന്നെ ചത്തൊടുങ്ങാനാ നിന്റെയും വിധി. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ടക്കേസോയെ കൊഹൈ ട്രാപ്പിലാക്കി എന്നുള്ളത് സിംബോളിക്കായിട്ട് കാണിക്കാൻ വേണ്ടി ഒരു പ്രാണിയെ ഒരു പുൽച്ചാടി വന്നിങ്ങനെ പിടിക്കുന്ന സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിംബോളിക് റെപ്രസെന്റേഷൻസും ഈ മാങ്കയിലുണ്ട്. ഇപ്പോൾ ആ മരത്തടിയുടെ മുകളിൽ കയറി നിൽക്കുന്ന കൊഹയെ അടിക്കാൻ വേണ്ടിയിട്ട് ടക്കേസോ മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷെ കൊഹ അവിടുന്ന് ചാടി മാറുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാനിവിടെ നിന്റെ അടുത്തേക്ക് വന്നത് നീ പറഞ്ഞ പോലെ എൻ്റെ ചേട്ടനെ കൊന്നതിന് പ്രതികാരം ചോദിക്കാനല്ല. സുജിക്കാസെ തെന്മ, അതായത് എൻ്റെ ചേട്ടൻ ചാകേണ്ടത് എൻ്റെ ഈ കൈ കൊണ്ടായിരുന്നു. എൻ്റെ ചേട്ടനെ കൊല്ലാനുള്ള ഒരു അവസരം, ആ ഒരു വലിയ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതിനാണ് നിന്നെ ഞാനിന്ന് കൊല്ലാൻ പോകുന്നത്. അത് ശരി, അപ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കാണ് വിഷയം അല്ലേ? ഇപ്പോൾ ടക്കേസോ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ ലോകത്തേക്ക് ജനിച്ചു വീണു പോയല്ലോ, ഞാനൊരു 20 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുമായിരിക്കും, ചിലപ്പോൾ അതിനുശേഷം ഞാൻ മരിച്ചു പോകുമായിരിക്കും. ഇതിലൊക്കെ അത്രയേ ഉള്ളൂ കാര്യം. അതിപ്പോൾ നിൻ്റെ കാര്യത്തിലായാലും എൻ്റെ കാര്യത്തിലായാലും. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ സിംബോളിക് റെപ്രസെൻറ്റേഷൻ വീണ്ടും കാണിക്കുന്നുണ്ട്. അതായത് ആ പ്രാണിയും അതിനെ പിടിച്ച പുൽച്ചാടിയും ഇപ്പോൾ ഒരു ചെലന്തി വലയിൽ പെട്ടിരിക്കുകയാണ്. ചെലന്തി അവർക്ക് നേരെ അടുക്കുന്നുണ്ട്. ടക്കേസോയെ കൊല്ലാനായിട്ട് വന്ന കൊഹൈ ഇപ്പോൾ ടക്കേസോയുടെ വലയിലേക്ക് വീണിരിക്കുകയാണെന്ന് കാണിക്കാനായിരിക്കും ഇത്. ഇപ്പോൾ ടക്കേസോ കൊഹയോട് പറയുന്നുണ്ട്, ഇന്ന് ഇവിടെ വെച്ച് ചാവാൻ പോകുന്നത് പക്ഷേ നീ ആയിരിക്കും. ഇപ്പോൾ ടക്കേസോ കൊഹയ്ക്ക് നേരെ ചാടുകയാണ്. അതായത് അത്ര ഫാസ്റ്റായിട്ട് കൊഹയ്ക്ക് പോലും പെട്ടെന്ന് ആ മൂവ്മെന്റ് കാണാൻ പറ്റുന്നില്ല. ചാടി ചെന്ന് അവന്റെ നേരെ ടക്കേസോ ആ തടി കൊണ്ടുള്ള വാള് വീശുകയാണ്. ഇപ്പോൾ ആ അടി കൊണ്ടിട്ട് കൊഹയുടെ തലയിൽ കെട്ടിയിരിക്കുന്ന തുണി കീറിപ്പോയിരിക്കുന്ന നമുക്ക് കാണാം. ടക്കേസോയുടെ കയ്യിലിരുന്നത് ഒറിജിനൽ വാളായിരുന്നെങ്കിൽ കൊഹ ഇപ്പൊ ചത്തേനെ. ഇപ്പോൾ ആ അടി കൊണ്ടിട്ട് കൊഹയുടെ തലേന്ന് ചോര ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകുന്നുണ്ട്. അവരിങ്ങനെ നേർക്ക് നേരെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ടക്കേസോയെ തെരഞ്ഞു നടക്കുന്ന ഒരു സാമുറായി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ടക്കേസോ ദേ ഇവിടെ ഉണ്ട്, അവനാണെങ്കിൽ ഇപ്പോൾ പരിക്ക് പറ്റിയ ഒരു അവസ്ഥയിലുമാണ് എന്ന് ഈ സാമുറായി വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ആൾക്കാർ കൂടുന്നെന്ന് കണ്ടപ്പോഴത്തേക്ക് കൊഹെ അവിടുന്ന് നൈസായിട്ട് അങ്ങ് സ്കൂട്ടാവുകയാണ്. ആ മരങ്ങളിൽ ചവിട്ടി ഇങ്ങനെ ചാടി ചാടി മിന്നൽ വേഗത്തിൽ പുള്ളി പോയി. ഈ സാമുറായികളെല്ലാം കൂടെ അപ്പോഴത്തേക്ക് അവിടെ ഓടി വന്നു. ഇത് ടക്കേസോ തന്നെയാ, അവൻ്റെ ഇവിടെയുണ്ട്. എല്ലാവരും പെട്ടെന്ന് അവനെ വളഞ്ഞു. എടാ ടക്കേസോ, നീ തീർന്നടാ. ഇവൻ ബലം പ്രയോഗിക്കാൻ നിന്നാ ഒന്നും നോക്കണ്ട, വെട്ടി താഴെ ഇട്ടേക്ക്, കൊല്ലവനെ. ഇപ്പോൾ ഇവരെല്ലാവരും വാളുകൊണ്ട് ടക്കേസോയുടെ നേർക്ക് വരികയാണ്. അവനിപ്പോൾ സ്വയം ചോദിക്കുന്നുണ്ട്, ഞാൻ 17 വർഷമായി ഈ ലോകത്ത് ജീവിക്കുന്നു, എന്തിനു വേണ്ടി, എന്താണ് എൻ്റെ പർപ്പസ്? എന്നിട്ട് അവൻ്റെ നേരെ വരുന്ന സാമുറായിസിനെ അവനെ അടിച്ച് താഴെ ഇടുകയാണ്. ഇപ്പൊ ഇത് കണ്ട് അവരാണെങ്കിലും പറയുന്നുണ്ട്, എടാ നാറി, നീ ഇപ്പോഴും തിരിച്ച് ഫൈറ്റ് ചെയ്യാണോ? നിനക്ക് കീഴടങ്ങാൻ ഉദ്ദേശമില്ലേ? ചെറ്റ, അവനെ വെട്ടി താഴെ ഇട്. ഇപ്പൊ അവരാണെങ്കിൽ ടക്കേസോയെ റൗണ്ട് ചെയ്തിട്ട് വാളും കൊണ്ട് വെട്ടാൻ വേണ്ടിയിട്ട് വരികയാണ്. പക്ഷെ ടക്കേസോ ചുറ്റി എല്ലാവന്മാരെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. ഒരുത്തനാണെങ്കിൽ ഇങ്ങനെ പതുങ്ങി ടക്കേസോയുടെ പുറകിൽ കൂടെ വാളും കൊണ്ട് വരുന്നുണ്ട്. കിട്ടിയടാ നിന്നെ. പക്ഷേ ടക്കേസോയുടെ റിഫ്ലക്സ് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ തല അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടക്കേസോ വളരെ ഭീകരമായിട്ടൊരു ലുക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ മുന്നിലാണെങ്കിൽ ആ കുറേ സാമുറായിസും അവനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. അപ്പോൾ യുവമാരെല്ലാം ഈ ടക്കേസോയുടെ ട്രാപ്പിലേക്ക് വന്ന് പെട്ടിരിക്കുകയാണെന്ന് കാണിക്കുന്ന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനിൽ ഈ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. അപ്പോൾ ആ ഫൈറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഉറുമ്പുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നടന്നു പോകുന്നുണ്ട്. എന്തിനു നേരെ? അവിടെ ചത്ത് കിടക്കുന്ന ഒരു സാമുറായിയുടെ തലയ്ക്ക് നേരെ. ഇപ്പോൾ തന്നെ നമുക്ക് ആ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലായി കാണുമല്ലോ. അതെ ഗൈസ്,
സാമുറായ്സ് എല്ലാം ചത്തു മലച്ച് കിടക്കുകയാണ്. ടക്കേസോ ആണെങ്കിൽ അവിടെ ഇരുന്ന് അവൻ്റെ കയ്യിലെ മുറിവുകളിൽ തുണി കീറി ഇങ്ങനെ വെച്ച് കെട്ടുന്നു. ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയായിരിക്കും നേരിടേണ്ടി വരിക? അതിപ്പോൾ എന്തു തന്നെ ആയാലും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനൊരു വെറുക്കപ്പെട്ടവനാണ്. എന്നെ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെതിരെ എത്ര പേര് വന്നാലും ഞാൻ അവരെ എല്ലാം കൊല്ലും, കൊന്നുകൊണ്ടേയിരിക്കും. അവസാനം ആരുടെയെങ്കിലും വെട്ടുകൊണ്ട് ഞാനും വീഴും. അത്രയേ ഉള്ളു കാര്യം. ഇപ്പം നമ്മളെ ഷിപ്പോജി ടെമ്പിളാണ് കാണിക്കുന്നത്. അവിടെ ക്യാപ്റ്റൻ അവോക്കിയും പിന്നെ ടക്വാനും തമ്മിൽ ഭയങ്കര സംസാരം നടക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ അവിടുത്തെ ആ പ്രീസ്റ്റ് ആണെങ്കിൽ ഇതെല്ലാം പുറത്തു നിന്ന് കേട്ടോണ്ട് പറയുന്നുണ്ട്, അയ്യോ ഇത് പ്രശ്നമാവുമെന്നാണ് തോന്നുന്നതെന്ന്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ എന്നെക്കുറിച്ച് പറഞ്ഞതല്ല ഒന്നുകൂടെ ഒന്ന് പറയടാന്ന് ടക്വാനോട് അവോക്കി പറയുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെ നിങ്ങളോട് എത്ര തവണ പറയണം? ശരി, എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം എന്നിട്ട് അക്വാൻ പറയുന്നുണ്ട്. ഇയാളിത് എന്ത് ഭാവിച്ചാന്നുള്ള രീതിയിൽ ഒട്സു ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. അവോക്കി ആണെങ്കിൽ ആഹാ ഇവൻ ഇത്രയ്ക്ക് ധൈര്യമോ എന്നുള്ള രീതിയിൽ ആകെ കലിപ്പിൽ നിൽക്കുന്നു. ശരി, ഞാൻ എന്തായാലും ഇത്തവണ ഓരോ വാക്കായിട്ട് ഇങ്ങനെ പതുക്കെ പറയാം. അതാവുമ്പോൾ തനിക്ക് വൃത്തിയായിട്ട് മനസ്സിലാവുമല്ലോ. താനൊരു കഴിവ് കെട്ടവൻ. ഇപ്പൊ നോക്കിയാൽ ഉടനെ ഒട്സു ചാടി കയറിയിട്ട് അക്വാന്റെ വായ അങ്ങ് പൊത്തുന്നുണ്ട്. നിങ്ങളെ വായ നടച്ചു വെക്ക്. അത് പിന്നെ പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെയാ, എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. ഒട്സു, നീ എന്തിനാണ് സത്യം അയാളിൽ നിന്ന് ഇങ്ങനെ മറച്ചു വെക്കുന്നത്? കഴിവുകേടെന്ന് പറഞ്ഞാൽ കഴിവുകേട് തന്നെയാണ്. ഒരാൾ കഴിവുകെട്ടവനാണെന്ന് അയാൾ സ്വയം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അയാൾക്ക് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ നീ എന്നെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്യുന്നത്? നീ തീർന്നടാ കള്ള സന്യാസി. ഇപ്പോൾ ടക്വാൻ പറയുന്നുണ്ട്, എന്നാലും ആ ടക്കേസോ ചെയ്ത ഒരുമാതിരി പന്ന പരിപാടിയായിപ്പോയി. ഈ പൊട്ടനെ എന്താ അവൻ കൊല്ലാതെ വിട്ടത്? മണ്ടൻ ടക്കേസോ. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ഇവൻ ഒറ്റ ഒരുത്തൻ്റെ കഴിവുകേട് കാരണമാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് വയലിൽ പണിക്ക് പോലും പോകാൻ പറ്റാത്തത്. അവരെ എല്ലാവരെയും നിർബന്ധിച്ച് ടക്കേസോയ്ക്കായിട്ടുള്ള തിരച്ചിലിന് പറഞ്ഞയച്ചിരിക്കുക. എന്നാൽ കൂലി വല്ലതും കൊടുക്കുവോ? അതുമില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ഈ ഗ്രാമത്തിലുള്ളവർക്ക് ജീവിക്കണ്ടേ? അതിൻ്റെ കൂടി ടക്കേസോ എന്ന് പറയുന്നവനാണെങ്കിൽ ഒരു കാട്ടുമൃഗം പോലെ ഒരുത്തൻ. നാട്ടുകാരാണെങ്കിൽ അവരുടെ ജീവൻ പണയം വെച്ച് അവനെ തപ്പി നടക്കുന്നത്. ഇപ്പോൾ അവോക്കി ആണെങ്കിൽ പറയുന്നുണ്ട്, അല്ല അതിപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയാകുമ്പോൾ. ഇപ്പോൾ ഇത് കേട്ട ടക്വാൻ ചോദിക്കുന്നു, സുരക്ഷയോ? എന്തിൻ്റെ സുരക്ഷ? ഈ ഗ്രാമത്തിൻ്റെ സുരക്ഷയോ? ഓ, അപ്പോൾ അതിനുവേണ്ടി ഗ്രാമവാസികൾ അവരുടെ ജീവൻ പണയം വെക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ശരിയായിരിക്കും. ഒട്സു, നീ ഒരു കാര്യം ചെയ്. നീ കാട്ടിലേക്ക് പോയിട്ട് ആ ടക്കേസോ എങ്ങി പിടിച്ചോണ്ട് പോവാ. ഇപ്പൊ ഇത് പെട്ടെന്ന് കേട്ട ഒട്സു അങ്ങ് ഷോക്കായി പോകുന്നുണ്ട്. അതേപോലെ അവിടെ നിൽക്കുന്ന അവോക്കിയും ചോദിക്കുന്നുണ്ട്, താനിത് എന്താണോ പറയുന്നത്? ഇപ്പൊ ഇതെല്ലാം കേട്ട ടക്വാൻ പറയുന്നുണ്ട്, എനിക്കറിയാം ഒരു പെൺകുട്ടിയെ ഒരു കാട്ടിലേക്ക് ഒറ്റയ്ക്ക് വിടുക എന്ന് പറയുന്നത് കുറച്ച് അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനും അവളുടെ കൂടെ പോവാ. അതല്ല ഞാൻ പറഞ്ഞ പോയിന്റ്. താനിതെന്താ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ ഒട്സു ഇങ്ങനെ തനിക്ക് ഇവിടെ കള്ളൊക്കെ ഒഴിച്ചു തന്നിരിക്കണം എന്നാണോ താൻ പറയുന്നത്? എന്നിട്ട് ടക്വാനാണെങ്കിൽ അവോക്കി ഇങ്ങനെ ഒട്സുവിനെ വിളിക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒട്സു എവിടെയെന്നൊക്കെ ചോദിച്ച്. എടോ, താൻ ഇനി എത്ര തലകുത്തി മറിഞ്ഞു എന്ന് പറഞ്ഞാലും തൻ്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഈ ഒട്സുവിൻ്റെ മുഖം കണ്ടാൽ അറിയില്ലേ അവക്ക് തന്നോട് ഒട്ടും താല്പര്യമില്ലെന്ന്. ടക്വാന്റെ സംസാരം കേട്ടിട്ട് അവോക്കി ഇപ്പൊ ഫുള്ള് പൊളിഞ്ഞു നിൽക്കുകയാണ്. അല്ല, ഇയാൾ ഈ വാളും പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ ആയല്ലോ. ഇത് എപ്പോഴാ ഒന്ന് വീശുന്നേ? ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് അവോക്കിയുടെ ഫുള്ള് കൺട്രോളും പോയി. പുള്ളി ആ വാളെടുത്ത് ടക്വാന്റെ നേരെ വീശുകയാണ്. ഇപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് ആ പുറത്തു നിന്ന പ്രീസ്റ്റ് ആണെങ്കിൽ ടക്വാൻ സാറിന് വിളിച്ചോണ്ട് അകത്തേക്ക് കയറി വരികയാണ്. അവിടെ നിന്ന കുട്ടികളും പിന്നെ ഒട്സുവും എല്ലാം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പൊ അവോക്കി വീശിയ വാളിങ്ങനെ താഴെ വന്ന് സ്റ്റക്കായി നിൽക്കുന്ന നമുക്ക് കാണാം. ടക്വാൻ ആണെങ്കിൽ ഒരടി പോലും അനങ്ങാതെ നിന്ന നിപ്പ് അതേപോലെ നിപ്പുണ്ട്. ഇപ്പൊ ആ പ്രീസ്റ്റും പിള്ളേരും പുള്ളിയുടെ പേര് ടക്വാൻ എന്ന് വിളിക്കുന്നത് കേട്ട അവോക്കി ഈ പേര് മുൻപ് എവിടെയോ കേട്ട പോലെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവോക്കി വാള് വീശിയിട്ട് ടക്വാന്റെ കയ്യിൽ ചെറിയൊരു കട്ടേ വന്നിട്ടുള്ളൂ. തൻ്റെ ഇടുപ്പിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കേ. എടോ, വെട്ടാനായിട്ട് നിൽക്കുമ്പോൾ ഈ ബാക്ക് ഭാഗത്ത് നല്ല ശക്തി കൊടുത്ത് നിൽക്കണം. അല്ലാതെ ഇതുപോലെ നിന്ന് വെട്ടിയ കയ്യിലെ തൊലി മാത്രമേ മുറിക്കാൻ പറ്റൂ. ടക്വാൻ, ഇവരിപ്പോൾ ഇയാളെ ടക്വാൻ എന്നല്ലേ വിളിച്ചത്? ഇപ്പോൾ ടക്വാൻ അവോക്കിയോട് പറയുന്നുണ്ട്, രാജാവിനോട് അങ്ങേയറ്റം വിശ്വസ്തതയും നാട്ടുകാർക്ക് സഹായം ചെയ്യാനുള്ള ഒരു മനോഭാവവും. ഇത് രണ്ടുമാണ് തൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ബേസിക്കായിട്ട് വേണ്ട രണ്ട് ഗുണങ്ങൾ. ഇപ്പം ആ പ്രീസ്റ്റും ഒട്സുവും ഒക്കെ പറയുന്നുണ്ട്, മതി ടക്വാൻ സാർ, ഇത്രയും മതി, ഇയാളെ ഇനിയൊന്നും പറയണ്ടെന്ന്. അപ്പോൾ ഈ ടക്വാൻ എന്നുള്ള പേര് വീണ്ടും കേട്ടപ്പോഴേക്ക് നമ്മുടെ അവോക്കിക്ക് ആളാരാണെന്ന് പിടികിട്ടിയിട്ടുണ്ട്. ഈ നിൽക്കുന്നത് ടക്വാൻ സോഹോയാണോ? ഹിമേജി കൊട്ടാരത്തിലെ രാജാവായ ഐക്കേഡ ടെരുമാസയുടെ അടുത്ത സുഹൃത്തായ ടക്വാൻ സോഹോ. ഇപ്പോൾ ടക്വാൻ വീണ്ടും അവോക്കിയോട് പറയുന്നുണ്ട്, ഈ നാട്ടുകാരുടെ ജീവിതം അവതാളത്തിലായ തനിക്കൊന്നുമില്ല. അതേപോലെ തന്നെ തൻ്റെ കീഴിലുള്ള സാമുറായികൾ വെട്ടുകൊണ്ട് വീണാലും തനിക്കൊന്നുമില്ല. തനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സുന്ദരിയായ പെങ്കൊച്ചിനെ നിർബന്ധിച്ച് കള്ളൊഴിപ്പിച്ച് അതും കുടിച്ച് ഇങ്ങനെ സുഖിച്ച് ഇങ്ങനെ ഇരിക്കണം. നീ ശരിക്കും ആരാന്നറിയോ? ഈ ആൾക്കാരടയ്ക്കുന്ന നികുതി മുഴുവൻ കൊള്ളയടിച്ച് ജീവിക്കുന്ന വെറും ഒരു കള്ളനാ നീ.
എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ നിന്റെ വയറ് നിറയാൻ ഇത് മതി. ഇവിടെ ഇത്രയും കോലാഹലം ഉണ്ടാക്കിയിട്ടും നിനക്കിതുവരെയും ടക്കേസോയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജോലിയിൽ വീഴ്ച വരുത്തിയതിന് നിനക്ക് സെപ്പുക്കു ചെയ്യേണ്ടി വരും. ഒത്സു, നിനക്ക് ടക്കേസോയെ പേടിയുണ്ടോ? ടക്കേസോയെയോ? ഇപ്പം നോക്കിയാൽ ടക്കേസോ കുട്ടിക്കാലത്ത് ഒരു പാമ്പിനെ കയ്യിൽ ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വല് നമ്മുടെ ഒത്സു ഇങ്ങനെ ഓർക്കുകയാണ്. ഏയ്, എനിക്ക് ടക്കേസോയെ പേടിയില്ല. ഇപ്പോൾ തക്കുവാൻ പറയുന്നുണ്ട്, അവോക്കി, ഒത്സു ഒരുപക്ഷെ നിന്റെ ജീവൻ രക്ഷിച്ചേക്കും, കാരണം ഇവളാണ് ടക്കേസോയെ പോയി പിടിച്ചുകൊണ്ട് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ചാപ്റ്റർ 14 എൻ്റെ ആവുകയാണ്. സോ ഗൈസ്, അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ പറ്റാവുന്ന അത്രയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുഴുവൻ ചാപ്റ്റേഴ്സും സ്പീഡിൽ ഇടാനായിട്ട് സാധിക്കൂ. സോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ.